സുപ്രഭാതം. ഒരു ഓഫീസിൽ രാവിലെ 10 മണിക്ക് ഒരു മീറ്റിംഗ്. മാനേജർ പറഞ്ഞു, ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ ക്ലയൻറ്റിന് അയച്ചേക്കണം. എല്ലാവരും തലയാട്ടി. മീറ്റിംഗ് അവസാനിച്ചു. വൈകുന്നേരം 5 മണിയായിട്ടും റിപ്പോർട്ട് പോയില്ല. മാനേജർ ദേഷ്യത്തോടെ ചോദിച്ചു, എന്തുകൊണ്ടാണ് അയക്കാത്തത്? ഒരു ജീവനക്കാരൻ പറഞ്ഞു, ഞാൻ കരുതിയത് രമേഷ് അയക്കുമെന്നാണ്. രമേഷ് പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ആദ്യം അനിത പരിശോധിക്കുമെന്നാണ്. അനിത പറഞ്ഞു, എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ആ ദിവസം ജോലി പരാജയപ്പെട്ടത് ആർക്കും ജോലി ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ല, പരസ്പരം വ്യക്തമായി സംസാരിക്കാത്തതുകൊണ്ടാണ്. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പാലം നിർമ്മിക്കുമ്പോൾ 2 കരകളും വളരെ ശക്തമായിരിക്കാം. പക്ഷേ ഇടയിൽ പാലമില്ലെങ്കിൽ ആർക്കും മറുകരയിലെത്താൻ കഴിയില്ല. ഒരു സ്ഥാപനത്തിലും അതുതന്നെയാണ്. കഴിവുള്ള ആളുകൾ ഉണ്ടാകാം, അനുഭവമുള്ള നേതാക്കൾ ഉണ്ടാകാം, മികച്ച പദ്ധതികൾ ഉണ്ടാകാം. പക്ഷെ ആശയവിനിമയമില്ലെങ്കിൽ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം തകരും. നമ്മൾ പലപ്പോഴും കരുതുന്നത് സംസാരിക്കുന്നതാണ് ആശയവിനിമയം എന്നാണ്. പക്ഷെ യഥാർത്ഥ ആശയവിനിമയം ആരംഭിക്കുന്നത് മറ്റേയാൾ മനസ്സിലാക്കിയോ എന്ന് ഉറപ്പാക്കുമ്പോഴാണ്. ഒരു ഡോക്ടർ രോഗിക്ക് മരുന്ന് എഴുതി കൊടുക്കുന്നു. രോഗി എങ്ങനെ കഴിക്കണമെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ മികച്ച മരുന്ന് പോലും ഫലം ചെയ്യില്ല. അതുപോലെ മികച്ച ആശയവും ശരിയായി കൈമാറിയില്ലെങ്കിൽ അത് ഒരു നല്ല ഫയലിൽ മാത്രം ഒതുങ്ങും. ഒരു ക്രിക്കറ്റ് മത്സരം നോക്കൂ. 2 ഫീൽഡർമാർ ഒരേ ക്യാച്ചിനായി ഓടുന്നു. ആരും ഒന്നും പറയുന്നില്ല. ഫലം 2 പേരും കൂട്ടിയിടിക്കുന്നു. പന്ത് താഴെ വീഴുന്നു. പക്ഷെ ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ, അതെൻ്റേതാണ്, മറ്റേയാൾ മാറി നിൽക്കും. ഒരു വാക്ക്, ഒരു സെക്കൻഡ്, ഒരു മത്സരം രക്ഷപ്പെടും. ഓഫീസിലും പല പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പറയാതിരിക്കുന്നത് കൊണ്ടാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഒരു നല്ല ആശയവിനിമയക്കാരൻ കൂടുതൽ സംസാരിക്കുന്ന ആളല്ല. അദ്ദേഹം 3 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്നാമത്, വ്യക്തമായി സംസാരിക്കുന്നു. രണ്ടാമത്തേത്, ശ്രദ്ധയോടെ കേൾക്കുന്നു. മൂന്നാമത്, മറ്റേയാളുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവ 3ഉം ഒരുമിച്ചാലാണ് വിശ്വാസം ഉണ്ടാകുന്നത്. ഒരു ദിവസം ഒരു പുതിയ ജീവനക്കാരൻ ഓഫീസിൽ ചേർന്നു. ആദ്യ ആഴ്ചയിൽ തന്നെ ഒരു വലിയ തെറ്റ് സംഭവിച്ചു. എല്ലാവരും വിചാരിച്ചു ഇവൻ അശ്രദ്ധയുള്ളവനാണ്. പക്ഷെ മാനേജർ ശാന്തമായി ചോദിച്ചു, നിനക്ക് ഈ ജോലി എങ്ങനെ ചെയ്യണമെന്ന് ആരെങ്കിലും വിശദീകരിച്ചു തന്നിരുന്നോ? അവൻ പറഞ്ഞു, ഇല്ല സർ, എല്ലാവരും എനിക്ക് അറിയാമെന്ന് കരുതുകയായിരുന്നു. ആ ദിവസം മാനേജർ പറഞ്ഞു, നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് ആളുകൾക്ക് മനസ്സിലായെന്ന് കരുതുന്നതാണ്. എത്ര സത്യമായ വാക്കുകൾ! നമ്മൾ പറയുന്നത്, മറ്റേയാൾ കേൾക്കുന്നത്, മറ്റേയാൾ മനസ്സിലാക്കുന്നത്, ഇവ 3ഉം പലപ്പോഴും ഒരുപോലെയല്ല. ഒരു നല്ല ഇമെയിൽ, ഒരു വ്യക്തമായ നിർദ്ദേശം, സമയത്ത് നൽകിയ ഒരു ഫീഡ്ബാക്ക്, ഒരു ആത്മാർത്ഥമായ അഭിനന്ദനം, ഒരു നന്ദി, ഒരു ക്ഷമിക്കണം, ഇവ ചെറിയ കാര്യങ്ങളായി തോന്നാം. പക്ഷേ ഒരു സ്ഥാപനത്തിൻ്റെ സംസ്കാരം നിർമ്മിക്കുന്നത് ഇത്തരം ചെറിയ സംഭാഷണങ്ങളാണ്. ചില ആളുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബഹുമാനം ലഭിച്ചതായി തോന്നും. അവർ ഇടയ്ക്ക് തടസ്സപ്പെടുത്തില്ല, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കില്ല, അവസരം കിട്ടിയ ഉടനെ മറുപടി പറയാൻ തിടുക്കം കാണിക്കില്ല. അവർ ആദ്യം കേൾക്കും, പിന്നെ ചിന്തിക്കും, അതിനുശേഷം സംസാരിക്കും. ഇതാണ് ജോലിസ്ഥലത്തെ ഏറ്റവും വിലപ്പെട്ട ആശയവിനിമയം. ഇന്ന് സാങ്കേതികവിദ്യ വളരെയധികം വളർന്നു. നമ്മൾ സെക്കൻഡുകൾക്കുള്ളിൽ സന്ദേശങ്ങൾ അയക്കുന്നു, വീഡിയോ കോൾ ചെയ്യുന്നു, ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തുന്നു. പക്ഷേ ഒരു ചോദ്യം, സന്ദേശങ്ങൾ കൂടിയോ അതോ മനസ്സിലാക്കലാണോ കൂടിയത്? വിവരങ്ങൾ കൈമാറാൻ സാങ്കേതികവിദ്യ മതി, പക്ഷെ വിശ്വാസം കൈമാറാൻ ഇന്നും മനുഷ്യരാണ് വേണ്ടത്. അവസാനമായി, ഇന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ തീരുമാനമെടുക്കൂ. ആരെങ്കിലും സംസാരിക്കുമ്പോൾ പൂർണ്ണമായി കേൾക്കാം. ഒരു നിർദ്ദേശം നൽകുമ്പോൾ വ്യക്തമായി പറയാം. ഒരു തെറ്റ് സംഭവിച്ചാൽ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് വിശദീകരിക്കാം. ഒരു നല്ല ജോലി കണ്ടാൽ പ്രശംസിക്കാൻ മടിക്കാതിരിക്കാം. കാരണം ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് മികച്ച തന്ത്രങ്ങൾ മാത്രമല്ല, മികച്ച ആശയവിനിമയമാണ്. ഓർക്കുക, വാക്കുകൾ വെറും വിവരങ്ങൾ കൈമാറുന്നില്ല. അവ വിശ്വാസം പണിയുകയും ബന്ധങ്ങൾ സൃഷ്ടിക്കുകയും
വിജയത്തിലേക്കുള്ള വഴികൾ തുറക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും വ്യക്തതയും പരസ്പര ബഹുമാനവും വിജയകരമായ ആശയവിനിമയവും നിറഞ്ഞ ഒരു മനോഹര ദിനം ആശംസിക്കുന്നു. നന്ദി.